ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫേൺസിനെ പറ്റിയാണ്. ബുഷിയായിട്ട് എങ്ങനെ ഫേൺസ് വളർത്താം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ പന്നൽ ചെടി എന്നാണ് അറിയപ്പെടുന്നത്. ഹായ്, ഞാൻ സലു. വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഫേൺസ്. ഫേൺസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് റാബിറ്റ് ഫുഡ് ഫേൺ, ഫിഷ് ടെയിൽ ഫേൺ, ഗോൾഡൻ ഫേൺ, കോട്ടൺ ക്യാൻഡി ഫേൺ, അതുപോലെ തന്നെ ബേർഡ്സ് നെസ്റ്റ് ഫേൺ. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ട്രീ ഫേൺസും അതുപോലെ തന്നെ സ്റ്റാക്ക് ഹോൺ ഫേൺസ്, ഹോളി ഫേൺ, ബ്ലൂ സ്റ്റാർ ഫേൺ, അങ്ങനെ പലതരത്തിലുള്ള ഫേൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫേൺസ് വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റാണ്. സൺലൈറ്റ് വന്നിട്ട് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് ഈ മരങ്ങളുടെയൊക്കെ താഴെ നമ്മൾ ഫേൺസ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്നു വരുന്നത് കാണാം. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഉണ്ടായാൽ ഉടനെ തന്നെ ഫേൺസിൻ്റെ ലീവ്സ് എല്ലാം കൊഴിഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ അത് കരിയുന്നതും കൂടെ കാണാറുണ്ട്, പ്രത്യേകിച്ച് സമ്മർ സീസണിൽ. അപ്പം നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പോട്ട്സ് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ടെറാക്കോട്ട പോട്ട്സ് വേണം ഫേൺസിന് തിരഞ്ഞെടുക്കാനായിട്ട്. അതിൽ കൂടുതൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഹാങ്ങിങ് പോട്ട്സിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടറിംഗ് ആണ്. വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് വെള്ളം നല്ല പോലെ വാർന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം പോട്ടിലെ ആ ഒരു ഹോൾസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഫേൺസിൻ്റെയൊക്കെ റൂട്ട്സ് വന്നിട്ട് ഭയങ്കര ചെറിയ ചെറിയ റൂട്ട്സ് ആണ്, വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ മണ്ണിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് അത് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമ്മർ സീസണിൽ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ ഫേൺസിന് 2 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ വെള്ളം വേണ്ട ഒരു പ്ലാന്റും കൂടെയാണ്. നമ്മൾ ഫേൺസ് പോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പം അതിൽ സാധാരണ മണ്ണിനോടൊപ്പം തന്നെ അതേ റേഷ്യോയിൽ തന്നെ നമ്മൾ കൊക്കോപീറ്റും കൂടെ ആഡ് ചെയ്യുക. ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ ആ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആ ഒരു ഈർപ്പം നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെർമി കമ്പോസ്റ്റോ, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫെർട്ടിലൈസർ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടെയാണ് ഫേൺസ്. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പം NPK ഒരു നുള്ളെടുത്ത് അത് 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് വളർന്നു വരുന്ന വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കുക, അത്രമാത്രം. എല്ലാവരും എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ചെടിയുടെ നടുഭാഗത്തായിട്ട് ഓസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നാമ്പുകൾ വരുന്നതെല്ലാം തന്നെ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഫേൺസ് വളർത്തുമ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് വുഡിൽ വേണമെങ്കിൽ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ പാഴായി പോയി കഴിഞ്ഞാൽ ചെറിയ തടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് വളർത്തിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഫേൺസ് മാത്രം ഗാർഡനിൽ വളർത്തുന്ന ഒരുപാട് കൂട്ടുകാരെ അറിയാം. നിങ്ങളുടെ കയ്യിൽ ഫേൺസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എത്ര വെറൈറ്റീസ് ഫേൺസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നഴ്സറിയിലൊക്കെ ചെറിയ ഫേൺസ് കിട്ടും, ടെറാറിയത്തിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള. അതൊക്കെ നമുക്ക് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ്. ക്ലോസ്ഡ് ആണെങ്കിലും ഓപ്പൺ ടെറാറിയത്തിലും നമുക്കത് വെക്കാൻ പറ്റുന്നതാണ്. സെമി ഷെയ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ മരങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഫേൺസ് വളർത്തിയെടുക്കാം. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൂനെയിലെ ഒരു ലോക്കൽ നഴ്സറിയെ പറ്റി. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.